ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വെറ്റിലപ്പാറയിലുള്ള അറിയപ്പെടുന്ന ഒരു കർഷകനാണ് ശ്രീ ടി.വി. തോമസ്. കർഷകശ്രീ അവാർഡടക്കം ഒട്ടനവധി അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഇദ്ദേഹം എല്ലാ വിധത്തിലും എല്ലാ അർത്ഥത്തിലും ഒരു മാതൃകാ കർഷകനാണ്. എല്ലാവരും ഒരു മാതൃകാ കർഷകനായി അംഗീകരിച്ചിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടം കാണുക എന്നത് തന്നെ ഒരു അസുലഭ സന്ദർഭമാണ്. അവിടമാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. ഏവർക്കും അതൊക്കെ കാണാനായി സ്വാഗതം. വളരെ സന്തോഷം, വളരെ സന്തോഷം. അവളുടെ പേരെന്താ? മറന്നുപോയില്ല, ഓർക്കുന്നുണ്ട്. ഇത് എന്റെ കൊച്ചുമോള് ഇപ്പൊ ഇതിന്റെ ഡയറക്ഷൻ മിടുക്കി കേട്ടോ അവളെ. ശരി. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരുപാട് കൃഷി എല്ലാ കാലത്തും ഒരു കൃഷിക്കാരൻ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ വരുമ്പോഴാണ് ബോധ്യമാകുന്നത്. എന്നാൽ ഇവിടെ ഇപ്പൊ എന്തിനൊക്കെയാണ് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്? ഇവിടെ ഇപ്പൊ നമ്മൾ പ്രധാന കൃഷി എന്ന് പറയുന്നത് തെങ്ങ്, കമുക്, മറ്റേ കുരുമുളക്, യാതി, ഇത് പ്രധാന ദീർഘകാലമാണ്. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നാണ്ട് വിളകളുണ്ട്, പച്ചക്കറികളെല്ലാം ഉണ്ട്. പയറ്, വാവല്, നമ്മുടെ ഇവിടെ വീട്ടാവശ്യത്തിനുള്ളതുണ്ട്. പയറും മുളകും ഒക്കെ കുറേ നമ്മൾ കുറച്ച് വിൽക്കുന്നുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള കൃഷികളാണ്. പക്ഷേ കൃഷിക്ക് നമ്മൾ ചെയ്യുന്ന 3-4 കാര്യങ്ങൾ പ്രത്യേക പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം മണ്ണ് ജല സംരക്ഷണമാണ്. ഒരു 3-4 കാര്യങ്ങളാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ താല്പര്യം ഊന്നൽ കൊടുത്ത് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഒന്നാമത്തെ കാര്യം മണ്ണ് ജല സംരക്ഷണം. മണ്ണ് ജല സംരക്ഷണം എന്ന് പറഞ്ഞാൽ മഴ പെയ്താൽ വെള്ളം പെയ്തിറങ്ങുന്ന ആ പോയിന്റിൽ തന്നെ മണ്ണിലോട്ട് താഴെ ഉപരിതലത്തിൽ കൂടെ ഒരു തുള്ളി പോലും പോകും. മണ്ണൊലിപ്പും പാടില്ല, ജലം ഒലിച്ചു പോലും പാടില്ല. ഒന്നാമത്തത് മണ്ണ് ജല സംരക്ഷണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെ. രണ്ടാമത്തെ കാര്യം ബഹുവിള കൃഷി. ഒരു സ്ഥലത്ത് തന്നെ 3, 4, 5 വിളകൾ ഒരേ സമയം കൃഷി ചെയ്ത് 12 മാസം വിളവെടുപ്പ് കാലമായിട്ട് കൃഷി മാറ്റിയെടുക്കാൻ പറ്റും. അതിലിപ്പം ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് നമ്മുടെ പഴയ കാലത്ത് അങ്ങനെ ഒരു കൃഷിയുണ്ട്. കൈ കിട്ടുന്നത് മുഴുവൻ കണ്ണി കാണുന്നത് കുഴിച്ചു വെക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അതല്ല, പൂർണ്ണ വളർച്ചയിലൊരു വിളയ്ക്ക് എത്ര മാത്രം സൂര്യപ്രകാശം കിട്ടണം അതൊക്കെ കണക്ക് കൂട്ടി കണക്കനുസരിച്ച് കൃത്യം ചെയ്താൽ 5-6 വിള ചെയ്തിട്ട് 12 മാസവും വിളവെടുപ്പായിട്ട് കൃഷി മാറ്റാൻ പറ്റും. മൂന്നാമത്തെ കാര്യം ഉപത്തൊഴിലുകൾ. ഉപത്തൊഴിൽ എന്ന് പറഞ്ഞാൽ ഈ കൃഷിയോടനുബന്ധിച്ച് കൃഷിയുടെ നിന്ന് ഒരുപാട് അവശിഷ്ടങ്ങൾ കിട്ടും, കന്നുകാലി കൊടുക്കാൻ കിട്ടും. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഉപത്തൊഴിലുകൾ ചെയ്യും. അത് പശുവായി, ആടായി, കോഴിയായി, മീൻ വളർത്തലായി, പിന്നെ പുഷ്പകൃഷിയായി, കൂണ് കൃഷി, ഇങ്ങനെയുള്ള പല കൃഷികൾ നമ്മുടെ ആ സമയത്തിന് സാഹചര്യത്തിനനുസരിച്ചുള്ള ആ കൃഷി ഉപത്തൊഴിൽ. നാലാമത്തെ കാര്യം, ഈ കൃഷിയിൽ നിന്നും ഉപത്തൊഴിലുകളിൽ നിന്നും കിട്ടുന്ന അവശിഷ്ടങ്ങൾ മുഴുവനും മാലിന്യത്തിന് കാരണമാകാതെ അത് മുഴുവൻ സംസ്കരിച്ച് ഇന്ധനവും വളവുമാക്കി മാറ്റുക. ഇതൊരു സർക്കുലേഷനാണ്. ഇത് നമ്മുടെ കൃഷിയുടെ, നമ്മൾ പുസ്തകത്തിൽ നിന്ന് പണ്ട് കാലത്തൊക്കെ അറിഞ്ഞ് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് മുഴുവൻ 100% ശരിയാണെന്നുള്ള എനിക്ക് അഭിപ്രായമില്ല. അതിനകത്ത് കുറേ പോരായികൾ വന്നിട്ടുണ്ട്. അത് പോരായികളുണ്ടെന്നുള്ളത് തോന്നുന്നൊക്കെ നികത്തി പരിഹരിച്ച് പോകും. ഏതായാലും ഈ 4 കാര്യങ്ങൾ എല്ലാ കൃഷിക്കാരും ചെയ്താൽ നമ്മുടെ ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിന് പരിഹാരമാവും, വരൾച്ചയ്ക്ക് പരിഹാരമാവും, മാലിന്യം. നമുക്കിത് 3 കാര്യങ്ങളാണല്ലോ. ഏറ്റവും 1 മലിനീകരണം, 2 വരൾച്ച, 3 കാലവർഷം. ഈ ഒക്കെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. ഇപ്പോൾ നമ്മുടെ കൃഷി ഈ രീതിയിലോട്ട് തിരിച്ചു വിടണം. ഏറ്റവും മണ്ണിജല സംരക്ഷണം നടത്തുക, ബഹുവിള കൃഷി സമ്പ്രദായം നടത്തുക, മാലിന്യ സംസ്കരണം. ഈ കാര്യങ്ങളൊക്കെ ആകണം. നല്ല വെള്ളം, നല്ല ഭക്ഷണം, നല്ല വായു. നമ്മൾ പ്രസംഗിച്ചിട്ട് കാര്യം പ്രവൃത്തിയിൽ അത് എല്ലാം ലഭ്യമാണ്. കൊണ്ടുവന്നാൽ ഇത് സാധിക്കുന്ന കാര്യമാണ്. അതെ, നമുക്ക് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടുത്തെ കൃഷികളൊന്ന് കാണാം. ആയിക്കോട്ടെ.
ഈ പശുവൊക്കെ പണ്ടേ ഉണ്ടായിരുന്നതിന്റെ സന്തതി പരമ്പരയായിട്ട് കൂടിയുണ്ട്. ഇതൊന്നും ഒന്നിനൊന്നും കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല. ആദ്യം ചെറിയ കിടാക്കളെ മേടിച്ചു, അത് വെച്ചു, പിന്നെ അതിന്റെ മക്കള് നിങ്ങളെ കണ്ടറിയാം ശരിക്കും ചേട്ടത്തി എല്ലാം അങ്ങനെ ഉണ്ടാകുന്നതാണ്. ഒരു വ്യത്യാസമില്ല. 2 പശുക്കളെ ഒന്നിച്ചു വെച്ചാൽ ഒരു പശുവിനെ അങ്ങ് കൊടുക്കുക. അത് പാല് വിൽപ്പന മറ്റേ സൊസൈറ്റി കൊടുത്തില്ല, അത് കൊടുത്താൽ നമുക്ക് ഒരുപാട് ഒക്കെ. പിന്നെ ഇവിടെ വീടുകളിൽ കൂടെ കൊണ്ടുവന്നു, അതൊക്കെ നല്ല വില കിട്ടുന്നുണ്ട്. 30 ദിവസം കൃത്യമായിട്ട് കാശ് അങ്ങനെയുള്ള കച്ചവടമാണ്. കൂടുതൽ നമുക്ക് ചാണകം, മൂത്രം അതൊക്കെ വീട്ടാവശ്യം നടക്കണം. അതോടുകൂടി പിന്നെ നമ്മുടെ കൃഷിയുടെ കാര്യം നടക്കണമെങ്കിൽ കന്നേല് വേണമല്ലോ. കന്നേല് വളക്കാതെയുള്ള ഒരു ജൈവ കൃഷി നമുക്കിവിടെ പോകുക. തീറ്റ ഇവിടെ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ശിവത്തിന് പുല്ല് വെച്ച് പിടിപ്പിക്കുന്നത്. അത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ ഇത് വെച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ കൊടുക്കും. പിന്നെ വെള്ളം കൊടുക്കാനുള്ള അവിടെ ഒരു കുഴി കട്ടിരിക്കും. അതിനകത്തിട്ട് വെള്ളം ചൂടാക്കി കുറെ വെള്ളമൊക്കെ കൂടെ ഒഴിച്ചിട്ട് അവിടുന്ന് ഒരു അടപ്പ് അങ്ങ് വന്നാൽ മതി. അപ്പോൾ എല്ലാം കൂടെ കുടിച്ചോളും. ഇതിപ്പോ ഇതിനൊരെണ്ണത്തിന് ഒരു 10-25 ലിറ്റർ വെള്ളം വേണ്ടേ, 2 പേര് വേണ്ടേ എടുത്തു കൊടുക്കാൻ. ഇതൊരു കുട്ടി മതി ഈ വെള്ളം കൊടുക്കാൻ. അപ്പൊ നമ്മൾ കായികാധ്വാനം കുറയ്ക്കാന്നുള്ളതാണ്. പുല്ലുകൂടും വൃത്തിയായി, പുൽക്കൂടും വൃത്തിയായി എപ്പോഴും ഇന്നും നല്ല ഇതായിട്ട് കിടന്നു. കറവ എങ്ങനെയാണ്? കറവ നമ്മൾ വെളുപ്പിന് ഇവിടുന്ന് തന്നെ കിടക്കുക, കൈകൊണ്ട്. അപ്പൊ ഒരു പറ്റുകറി ഒരേ അളങ്കളയും 2 പശുക്കളെ മിക്കവാറും കറക്കാനുണ്ടാവും. കാരണം പിന്നെ കൂടുതൽ നിർത്തുക, അതിന് നിർത്താനുള്ള സൗകര്യമില്ല. തീറ്റ ഈ പശുവിന് നമ്മൾ വളർത്തുന്ന പുല്ലല്ലാതെ ഈ വരവ് തീറ്റ വല്ലതും മേടിച്ചു കൊടുക്കും. വരവ് തീറ്റ കൊടുക്കുന്നുണ്ടോ? പിന്നെ പെല്ലറ്റ് കൊടുക്കും, ഇത് കൊടുക്കും. ഇതെല്ലാം 10-15 ലിറ്റർ പാല് കിട്ടുന്ന കണ്ടറിയാലോ, പക്ഷേ കണ്ടറിയാലോ എല്ലാം പാല് കിട്ടുന്നു. അപ്പൊ അതിന്റെ അനുസരിച്ചുള്ള തീറ്റയൊക്കെ കൊടുക്കണം. പിന്നെ പുല്ല് ഈ രീതിയിൽ കൊടുക്കും. ഈ ഒരു കഷ്ണം പുല്ലേ ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യം. ഇത് ഇന്ന് പശുവിന് കൊടുത്താൽ നാളെ കാലത്ത് ഇതിന്റെ ഒരു ഭാഗം പാലായി, ഒരു ഭാഗം ചാണകം. ആ ചാണകവും ബയോഗ്യാസ് പ്ലാന്റിലോട്ട് വരും. അപ്പൊ അത് ഇന്ധനമായി, അതിനടുത്ത ദിവസം വളമായി. അതായത് 4 ദിവസം കൊണ്ട് ഇത് പാലും ഇന്ധനവും പണവുമായിട്ട് മാറി. പെട്ടെന്ന് എല്ലാം മാറി. അത് വളർത്തണേന് നമുക്ക് വലിയ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല. കന്നുകാലി വളർക്കാതെ ജൈവകൃഷി സാധ്യമല്ല. കൃഷി തന്നെ വിഷമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ ഇന്നിപ്പം കൂടുതൽ ഇതിന്റെ ബുദ്ധിമുട്ടും ചെലവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പശുവളക്ക് ഇല്ലാതെയാക്കുക. അതിപ്പോ ഈ വീടുകളിലെ പശു വളർത്തൽ വളരെ കുറഞ്ഞു. തന്നെ ഇപ്പൊ ഫാമുകൾ മാത്രമേ ഇപ്പം കൊണ്ടുവന്നുള്ളൂ. പക്ഷേ വീടുകൾ നടക്കുന്നില്ല. പക്ഷെ വീടുകളിൽ 2-3 പശുക്കളായിട്ടൊരു പഴയ സ്ഥിതിയിലോട്ട് വരണം. അത് വരും സാറേ, വരാതെ പൊക്കില്ല. അല്ലാണ്ട് ജൈവകൃഷി ഇത് പറഞ്ഞുകൊണ്ട് ചുമ്മാ ആകുകയല്ല. രാസവളം കീടനാശിനി ഇട്ടുന്ന ജൈവകൃഷി ആകുകയാണ്. ഇത് ഈ രീതിയിൽ നമുക്കിപ്പം ചാണകം അതിന്റെയൊക്കെ ഒരു വളരെ ബേസിക് ചാണകമായി, മൂത്രമായി, ഇതൊക്കെ ഇപ്പൊ അതാണല്ലോ. പശുവിന്റെ പാല് മാത്രം ഇളകുന്ന കാര്യമല്ല, ചാണകവും മൂത്രവും ഒക്കെ കൂടെ. ഫാമുകൾ നല്ല രീതിയിലുള്ളതാണ്. ഞങ്ങൾ ഇന്നലെ ഒരു നിലമ്പൂർ 70 പശുക്കളുണ്ട്. മറ്റേ ഈ ചീറ്റയുടെ വിലയ്ക്കും പാലിന്റെ ഇപ്പോഴത്തെ ഈ നമുക്ക് സൊസൈറ്റിയിലും മിൽമയിലും ഒക്കെ കൊടുത്താൽ 30 രൂപയൊക്കെ മുതലാവില്ല. അവരും ഈ ഫാംകാരും പറയുന്നുണ്ട് ആ വിലയ്ക്ക് മുതലാവില്ല. പിന്നെ ചാണകമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ചാണകം ഇത് ഗ്യാസിലോട്ട് എടുക്കും. ബയോഗ്യാസ് സ്രോതിയാവും. അപ്പൊ ചാണകം മുഴുവൻ അവിടുത്തെ വണ്ടിയുണ്ടല്ലോ, ആ വണ്ടിയെ കോരിക്കൊണ്ടൊന്ന് ഇവിടെ കൊണ്ടും ഗ്യാസിലോട്ട് കലക്കിടും. അവിടുന്ന് കലക്കിയിട്ട് ഗ്യാസ് എടുത്തതിന് ശേഷം സ്രോതിയാണ് പുറത്തോട്ട്. അപ്പൊ ഈ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഈ പുല്ലിന്റെ അവശിഷ്ടങ്ങളൊക്കെ വരുമല്ലോ, അത് മിറ്റടിച്ച് കൂട്ടുന്നതൊക്കെ കൂടി ഒരു ബയോഗ്യാസ് പ്ലാന്റ്, ഒരു മണൽ ടാങ്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ മാലിന്യങ്ങൾ മുഴുവനും പറ്റും. ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് അത് മാത്രമേ വിജയിക്കുള്ളൂ. ഇതുകൊണ്ടൊന്നിട്ട് മാലിന്യം ആക്കാതെ അത് ഈ പറഞ്ഞ പോലെ നമ്മള് അടിച്ചു വരുന്ന എവിടെയെങ്കിലും ഇടുന്നു എന്ന് വിചാരിച്ചാൽ അത് അങ്ങനെ പുറത്തു കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് അവിടെ എല്ലാം ചീഞ്ഞ് കളിഞ്ഞ് ആവുമല്ലോ. ഒരു മണ്ഡലം കൂടെ വിട്ട് കഴിഞ്ഞാൽ അവിടെ മണ്ണിൽ തിന്നോളും. അതൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാലിന്യ സംസ്കരണമാണ് ഇവിടെ ഒന്നാമത്തെ കാര്യം ചെയ്യുന്നത്. നമുക്ക് അതൊന്ന് കാണാം. ആയിക്കട്ടെ. നമുക്ക് ഇവിടെ ഒരു കോഴി വളർത്തേണ്ട പരിപാടിയുണ്ട്. അത് ശരി. കോഴി വളരെ സുരക്ഷിതമാണല്ലോ. ഇതൊക്കെ വളരെ നിസ്സാര പരിപാടിയുണ്ട്. ഇതില് 4 കോഴിയാണ് ഒരു കള്ളിക്കകത്ത്. ഇത് 3 കള്ളിയാണ്. അപ്പൊ 12 ഇതിനകത്ത്. ഇത്രയും ഭാഗം അപ്പുറത്തുണ്ട്. അപ്പം 12 48 കോഴി. 48 കോഴിക്ക് ഒരു കോഴിക്ക് 100 ഗ്രാം തീറ്റയാണ് കണക്ക്. അപ്പോൾ അതിന് 2 രൂപ 1 കിലോ തീറ്റ. ഇത് 6 രൂപയ്ക്ക് മുട്ട വിൽക്കുക. ഈ 48 കോഴിയിൽ നിന്ന് ചുരുങ്ങിയത് 40 മുട്ടയെ താഴെ പോവുകയാണ് ഒരിക്കലും. ചിലപ്പോൾ 45, 46, 48 വരെ കിട്ടും. അത് വളരെ അപൂർവം. എന്നാലും 2-3 എണ്ണത്തിനേ കിട്ടാവുള്ളൂ. സാർ ഇതിന്റെ ആയസ് 1.5 കൊല്ലം.
ഒരു കോഴി ഒരു വർഷം 300 മുട്ട കിട്ടുമെന്നാണ് അതിന്റെ കണക്ക്. അതെ, അതെ, 380 എന്ന് പറഞ്ഞ കോഴിയാണ്. 1.5 കൊല്ലാകുമ്പോഴത്തേക്ക് 450 മുട്ട ഏതാണ്ട് കിട്ടും. എന്നാൽ ഇതിപ്പോ നമ്മൾ ആദ്യം ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു, ആ കോഴിയെ വിറ്റേച്ച് രണ്ടാമത് ഈ കോഴി കൊണ്ടുപോകും. മുട്ട ഇടാറാകുമ്പോഴേ ഈ കോഴിയെ തരുന്നത്. അപ്പോൾ ഒരു കോഴിക്ക് 350 രൂപ കോഴിക്ക് കൊടുക്കണം. കൂടിന് 12, മൊത്തം ഒരു 30,000 രൂപയുടെ അടുത്ത് മുടക്കുണ്ട്. ഈ കൂട് എവിടെ നിന്ന് വാങ്ങുന്നത്? ഇവിടെ ഉണ്ടാകാൻ? അല്ലല്ല, ഇത് അങ്കമാലിലൊരു ടീം, അതിൻ്റെ ഒരു ഏജൻസി കൂടി ഉണ്ട്, അവരെ ഇവിടെ കൊണ്ട് തന്നു. പിന്നെ വെളുപ്പിന് ഇച്ചിരി തീറ്റ ഇട്ട് കൊടുക്കുക, വെള്ളം അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. പകലൊരു 2-3-4 ഈ വേനലായ ഒരു 4-5 ബക്കറ്റ് വരെ വെള്ളം ഒരു ദിവസം വേണം. വെള്ളം ഇവിടെ കൊത്തി കുടിച്ചോളൂ. നമുക്ക് വേറെ അധ്വാനമൊന്നുമില്ല. അതൊക്കെ ഫിറ്റ് ചെയ്ത് കൂടുകാരാ എല്ലാവരും ചെയ്തു. ഇതിപ്പോ ഒരു പ്രാവശ്യം കോഴി വിട്ടിട്ട് ഇത് രണ്ടാമത്തെ ഇപ്പൊ ഏതാണ്ട് തീരാറായി. ഇനിയിപ്പോ കോഴിയെ കൊണ്ടുവരും. അപ്പൊ ഇപ്പൊ ഈ കോഴിയെ വിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പട്ടിയൊന്നും കയറി പിടിക്കുകയൊന്നുമില്ല. അതിനല്ലേ നെറ്റ് ഇട്ടില്ല. ഈ കോഴിക്കോടിന്റെ അടിയിൽ ഈ വെള്ളം കെട്ടി നിർത്തിയേക്കണേ എന്തിനാണ്? വെള്ളം വെച്ചിരിക്കുന്നത് ഇതിപ്പോ ഗ്യാസിലോട്ട് വിടുക. അതിന്റെ കാഷ്ടം ഇതൊക്കെ നമ്മുടെ അധ്വാനം വളരെ ഗ്യാസിലേക്ക് അങ്ങ് പൊക്കോളും. ഓട് വൃത്തിയായി. അതെ അതെ. ഇപ്പൊ ഇത്രയും കോഴി ഉണ്ടായിട്ട് ഒരു സ്മെല്ലൊന്നും ഒന്നുമില്ല. അത്രയും വൃത്തിയായിട്ട് നോക്കുന്നുണ്ട്. വേറെ മറ്റു രോഗങ്ങളൊന്നുമില്ല. ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് വളരെ അധ്വാനക്കുറവ് നമ്മുടെ ആവശ്യങ്ങളാണ്. ഇതിലിപ്പോ മുട്ടയ്ക്കൊക്കെ മുട്ടയും പാലും ഒക്കെ നമുക്ക് സ്വയം പര്യാപ്തത നേടാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പാലായി മുട്ടയായി പച്ചക്കറി ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതല്ല, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ വളമായി ഇതിനൊക്കെ സർക്കാർ കുറെ സഹായങ്ങളൊക്കെ കൃഷിക്കാരന് ചെയ്യണം. ഒന്നിച്ച് ഇതിന് നല്ലൊരു സംഖ്യ മുടക്കണല്ലോ. അതെ അതെ. ഇപ്പൊ ഈ കൂടും കോഴിയും കൂടെ ആണ്ട് 30,000 രൂപ അന്ന് മുടക്കി. പിന്നെ ഒരു 10-15 രൂപ ഇതിനായി ഷെഡുമായി. അപ്പൊ എന്താണെങ്കിലും സുരക്ഷിതാവുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്താലേ, അല്ലെങ്കിൽ ഓരോരോ കുഴപ്പം. പട്ടികൾ പോയാണെങ്കിൽ അലഞ്ഞു നടക്കുന്ന പട്ടികളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെയധികം ചെറിയ തോതിൽ എല്ലാവരെയും കൊണ്ട് കുറഞ്ഞ ഭൂമിയുള്ളവർക്കാണെങ്കിൽ ചെറിയൊരു. ഈ കൂടിന് എന്ത് വിലയായിട്ടുണ്ട്? കൂടിന് 12,000 രൂപയാണ്. 12,000 രൂപ. ഇപ്പൊ അവര് അങ്കമാലിയിൽ നിന്ന് വരുന്നോടും മുതലുള്ള വണ്ടിക്കൂലിയും ഇതാക്കിയല്ലോ. ഇപ്പൊ നമ്മളുണ്ടാക്കിയാലും ഇത്ര കൃത്യമാക്കിയല്ലോ. ഇത് മിഷൻ വളവും ഒക്കെയാണ്. പിന്നെ അത് സ്ഥിരം ഉണ്ടാക്കണവരാകുമ്പോ അതിന് ഈ പറഞ്ഞ പോലെ കുറ്റങ്ങളും കുറവുകളും അവർ പരിഹരിച്ചു വരും. പിന്നെ അവർ ലാഭം എടുക്കും. നമ്മളുണ്ടാക്കാണെങ്കിൽ അത് കൂടുതൽ നഷ്ടം. നമ്മളിപ്പം ഉണ്ടാക്കിയാൽ ഇത് കൂടിയ ഒരു 5,000 രൂപയുടെ സാധനമേ ഉള്ളൂ. പക്ഷെ നമ്മളിതുണ്ടാക്കിയ ഉണ്ടാക്കുന്ന ആളിന് നമ്മൾ പറഞ്ഞു കൊടുത്ത് ഇരിക്കണം. ഇനിയിപ്പോ ആട് എവിടെയാണ് നിൽക്കുന്നത്? ആട് തൊട്ടപ്പുറത്ത് ആടുണ്ട്, മണരയുണ്ട്, മാലിന്യ സംസ്കരണം. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കാണാം. ആട് എത്ര ഉണ്ട് സാറിന്? ഇതിപ്പോ 5-3 8 3 തള്ളയും 5 കുഞ്ഞുങ്ങളും. ഇതിപ്പോ ഇനിയിപ്പോ കുഞ്ഞുങ്ങളെ വലുതാകുമ്പോഴത്തേക്ക് 2 പെൺകുഞ്ഞുങ്ങളും കൂടെ ഉണ്ട്. ഒരാടിനെ മേടിച്ച ഒരു 1 കൊല്ലം 2 കൊല്ലേ ആയുള്ളൂ ഇപ്പൊ ഈ ആട് വളർത്തൽ. എല്ലാം അതിൽ നിന്ന് ഇങ്ങനെ വളരെ ഈ പെർമിറ്റേഷൻസിന്റെ 2, 4, 8 അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ചേർത്തിയുടെ പരിപാടിയാണ്. കഴിഞ്ഞൊരു 2-3 മണിക്കൂർ അങ്ങനെ ഇറക്കി വിടും അല്ലേ? അപ്പൊ അവർക്ക് ആവശ്യത്തിന് തീറ്റയൊക്കെ ഒരു പ്രാവശ്യം 2 മുട്ടന്മാർ ഒരെണ്ണം 35 കിലോ ഉണ്ടാകും. ഈ കപ്പലോട്ട് കെട്ടി തൂക്കും. 250 രൂപ വിലയ്ക്ക് അതിന് വിൽക്കും. അവർ 400 പോകുന്നേ. അപ്പൊ ഇതൊരു 6-8 മാസം. ഇതിപ്പോ 3 കുഞ്ഞുങ്ങളാണ്. കടയിൽ മട്ടൻ മേടിക്കുമ്പോ 600-650 വില കിലോയ്ക്ക്. അതുപോലെ ഒരു വിഷമമില്ലാത്ത കാര്യമാണ്. വിഷമില്ലാതെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ വളർത്തുന്ന കാര്യം. ഇനി അത് തന്നെയല്ല, ഇത് നമുക്ക് ഇതിന്റെ കാഷ്ടായി. പിന്നെ കൃഷിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനത്ത് കൊണ്ട് മാത്രം ഇതിനെ പറ്റിയല്ലോ. ആടായി, കോഴിയായി, പശുവായി എല്ലാം മാറി മാറി വേണം. പാല് നമ്മൾ കറന്നെടുക്കലില്ല. ഇല്ല, അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുന്നതിന്റെ മെച്ചമുണ്ട്. കുഞ്ഞുങ്ങൾ അതുകൊണ്ട് പെട്ടെന്ന് വളരെ. ഇനി നമുക്ക് ആ വളത്തിന്റെ ഇത് മണ്ണിര കമ്പോസ്റ്റ്. അതെ, മണ്ണിര കമ്പോസ്റ്റിന്റെ. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഇടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിറ്റ അടിച്ചു വരുന്ന പിന്നെ കന്നുകളിക്ക് നമ്മൾ എങ്ങനെ തീറ്റ കൊടുത്താലും കുറെ വേസ്റ്റ് വരും. അപ്പൊ അതൊക്കെ കൂടെ വാരി അവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈച്ചയായി പുഴുവായി ഇങ്ങനെയൊക്കെ. അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇത് മാലിന്യ സംസ്കരണം ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വീടിന്റെ പറമ്പിലും ചുറ്റുപാടുള്ള മുഴുവൻ വാരി ഇതിനകത്ത് കൊണ്ടിട്ടു. അതിനകത്ത് കുറച്ച് ചാണകം കലക്കി വെച്ചു. കഴിച്ചാൽ അത് ചീഞ്ഞ് കഴിയുമ്പോഴാണ് എടുത്ത് ഇതിനകത്തോട്ട് മാറ്റും. ഇതിപ്പം ഇതുണ്ടാക്കിയത് 1 മീറ്റർ വീതി, 4 മീറ്റർ നീളം. എന്നിട്ട് അതിന്റെ പകുതി 2 മീറ്റർ 2 കള്ളിയാക്കി. ഇതിലൊരു കള്ളി ഇത് ചെയ്യാൻ വേണ്ടിയിട്ടിടും. ഇത് ചെയ്യുമ്പോൾ ചെറിയ ആവി ഉണ്ടാവും. ആവി പോയിട്ടിട്ടില്ലെങ്കിൽ ഇര കിടക്കില്ല. അത് ചീഞ്ഞിട്ടാണ് ഇതിങ്ങോട്ട് ഇടുന്നത്. അതൊന്ന് പാകമായിട്ടാണ് ഇങ്ങോട്ട് ഇടുന്നത്. അപ്പൊ ഈ 4 മീറ്ററിന്റെ പകുതിക്ക് ഇതിന്റെ ഈ ഒരു മൂലയെ മാത്രമേ ഏരിയുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇത് വാരി ഇടുക. ഇത് ഒരടി കനത്തില്
ഇത് വാരിയിട്ടു, ഒരു കുറേ ചാണകം കലക്കി വെച്ചു. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് നിന്ന് കഴിയുമ്പോൾ അതിന് മുകളിലോട്ട് പിന്നെയും വാരിയിടും. അതായത് ഈ ചീഞ്ഞ് കിടക്കുന്നത് വാരിയിടും. ഇങ്ങനെ ഇട്ടിട്ടാണ് ഇത് മുകളിലാക്കുക. മുകളിലായി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം റെഡിമെയ്ഡ് ആഹാരം കൊടുക്കും. ഇതെല്ലാം കൂടെ ഒരു മൂലയിലോട്ട് തള്ളി ശരീരം അങ്ങ് തള്ളും. ഇര തള്ളിയിട്ട് ബാക്കി ചീഞ്ഞ് ഇവിടെ വാരിയിട്ട് ചാണകം കലക്കി വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ നമ്മൾ ഇത് വാരാനും കിള്ളാനും ഒന്നും പോകണ്ട. ഇപ്പൊ ഇതിനകത്ത് മറച്ചെരയാ കിടക്കുക. ഇത് കണ്ടോ? ഇഷ്ടം പോലെ. ഇവനൊക്കെ പ്രായപൂർത്തിയായതാ, വലുതായല്ലോ. ഇതൊക്കെ ഞാൻ വളർന്നോണ്ടിരിക്കുന്നു. ഈ കിടക്കുന്ന പുല്ലാണ് ഈ വളമായിട്ട് കിടക്കുന്നത്. ഇത് നമ്മൾ അപ്പൊ ഇത് മാലിന്യമായിട്ട് തീരേണ്ട സാധനമാണ് ഇവിടെ. ഇതിപ്പോ എല്ലാ വീടുകൾക്കും ഇതുപോലെയുള്ള ഓരോ മണ്ണർ കമ്പോസ്റ്റ് ഉണ്ടാക്കാം. ഇന്നിപ്പം ഇത് ഉണ്ടാക്കണമെങ്കിലേ ഭയങ്കര ചെലവ് വരും. ഇത് നനയാതെ ആക്കണം, എലി കയറും, ഉറുമ്പ് കയറും. ഇങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കാതെ നമ്മൾ സൂത്രത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കി വിജയിക്കുക. അപ്പൊ അതിന്റെ ആ ചെലവൊക്കെ കൂടെ ഇപ്പം കൃഷിക്കാരന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ടതാണ്. എങ്കിലേ ഉത്പാദനം ഉണ്ടാവുള്ളൂ. ഒന്ന് നമ്മുടെ മാലിന്യ സംസ്കരണം, ഓരോടെ മാലിന്യ സംസ്കരണം മാത്രമേ പ്രായോഗികമാകുള്ളൂ. ഇതെല്ലാം കൂടെ കൂടിയിട്ട് എവിടെയെങ്കിലും അങ്ങാടി കൊണ്ടിട്ട് അതോ വേറൊരിടത്ത് കൊണ്ടിട്ടിട്ട്. അപ്പൊ സാറേ ഇതിനകത്ത് ഇപ്പൊ ഇത്ര അധികം ഇരയുണ്ട്. ഇതിനല്ലേ ഇതും കൂടെ വളം മാറ്റിട്ടേക്കണേ. അപ്പൊ അതിനകത്തും കുറെ ഇര കാണില്ലേ? അതിന് ഒരു പണിയുണ്ട് സാറേ. ഇതിന്റെ മുകളിൽ അവിടെ നമ്മൾ നനവ് കൊടുക്കുക. ഇത് കൂട്ടിയിട്ടിരിക്കും. നനവില്ലാതെ അവിടെ നനയ്ക്കാതിരിക്കുക, ഇവിടെ നനവ് കൊടുക്കുകയും ചെയ്യാം. ഇവിടെ ചാണകം കലക്കി വെച്ച്. പിന്നെ അത് തന്നെയല്ല ഒരു കാര്യം, ഇത് ഇവരുടെ വേസ്റ്റിനകത്ത് ഇത് കിടക്കില്ല. ഈ ഇര തിന്ന് വളമായി തീർന്നതാണല്ലോ. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ നല്ല സാധനമാണെങ്കിൽ അവർക്ക് ഇരയെ സംബന്ധിച്ചിടത്തോളം അത് വിസർജ്യമാണ്. അപ്പൊ അതിന് സ്വയം മാറാൻ വേണ്ടിട്ട് നമുക്ക് അതൊന്ന് വാരി നനയ്ക്കാതെ ഇട്ടാൽ മതി. ഇത് ഉണങ്ങി വരുന്നതിനനുസരിച്ച് ഇത് ഞാൻ മാറി കാണിച്ചു തരാം. ഈ കുഴിയുടെ അങ്ങേറ്റത്ത് നിന്ന് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് തള്ളിയിട്ടാണ്. ഇതിപ്പോ നമ്മൾ ഇതിന് മുകളിൽ നിന്ന് വാരി ചാക്കിനകത്തോട്ടാക്കും. അപ്പൊ അടി നനവുള്ളതിനകത്തുണ്ടാവും. ഇത് കുറച്ചങ്ങോട്ട് നമ്മൾ മാന്തി അടിയിൽ നിന്ന് എടുത്താൽ കുറച്ചേരെ കാണും. നനവുണ്ടല്ലോ. ഇല്ല, ഇതിനകത്തില്ല. ഒട്ടും ഉണ്ടാവില്ല. വന്നിട്ട് വരെ മാന്തി ഇളക്കിയെടുത്തൊന്നും. അതേസമയം ഇതിന്റെ തീറ്റ കിടക്കുന്നത് കേട്ടോ. ഇത് ബയോഗ്യാസ് പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള സ്ലറി. ഇത് ഗ്യാസ് കഴിഞ്ഞുള്ള സ്ലറി. പിന്നെ കോഴിക്കോട് അയച്ചു വിട്ടുന്നത്, തൊഴുത്ത് കഴുകുന്നത്, പശുക്കളെ കുളിപ്പിക്കുന്നത്, പിന്നെ അടുക്കളയിലെ വെള്ളം അതാണ്ട് ആ പൈപ്പ് വഴി വരും. മറ്റേ നിലവിലെ അവിടെ നിന്നുള്ള വഴി. ഇത് ഇങ്ങനെ വന്നിട്ട് ഇതെല്ലാം കൂടെ കൂടി ഇതിനകത്ത് കിടക്കും. ഇതിലെ ഞാൻ അടപ്പം കടന്നിട്ട് കഴിഞ്ഞാൽ ഈ ടാങ്കിലിട്ട് വരും. എന്നിട്ട് അതൊന്ന് മോട്ടോർ സ്റ്റാർട്ട് ചെയ്ത് കലക്കി കഴിഞ്ഞ് പൈപ്പ് വഴി അങ്ങോട്ട് ഗ്രാവിറ്റിയിലങ്ങ് ഒഴുകി പോകും. എന്നിട്ട് അവിടെ പൈപ്പ് വെച്ച് പിടിക്കാം. ഈ തോട്ടത്തിന്റെ 1/3 ഭാഗം നനയ്ക്കാനുള്ള വെള്ളം കിട്ടും. ഇതിനകത്ത് 50,000 ലിറ്റർ വെള്ളം കൊള്ളു. അതൊരു 5,000 ലിറ്റർ. ഇപ്പൊ ഇത് ഇങ്ങനെ തരണം. ഇത് ഇങ്ങനെ വലിച്ചു ചേർത്താൽ മതി. ഇതിന്റെ അടിയിൽ നിന്നാ വാഴുക. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നാളെ 1 മണ്ണ് ജല സംരക്ഷണം, 2 ബഹുവള കൃഷി, 3 ഉപത്തൊഴിലുകൾ, 4 മാലിന്യ സംസ്കരണം. ഇത് നമ്മൾ ഉപത്തൊഴിലുകളും മാലിന്യ സംസ്കരണവും ആദ്യത്തെ കണ്ടു. ഇനി നമ്മൾ ബഹുവള കൃഷി, മണ്ണ് ജല സംരക്ഷണം അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ തോട്ടകൃഷികൾ. ഭൂമിഗീതം പരിപാടിയെ പറ്റി നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും കൃഷി സംബന്ധമായ സംശയങ്ങളും ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കും. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഭൂമിഗീതത്തിൻ്റെ ഈ ഉപാഖ്യാനം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.